Good morning. Okay, ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ബേസിക്കിന്റെ നമ്മൾ എവിടെ വരെ പറഞ്ഞു ഇമ്പോർട്ടന്റ് ഫീച്ചർ അല്ലേ ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട സവിശേഷതകൾ പേഷ്യന്റ് പോർട്ടൽ നെക്സ്റ്റ് രണ്ടാമത്തെ ഏതാ മെഡിക്കൽ ബില്ലിംഗ് മൂന്നാമത്തെ പേഷ്യന്റ് ഷെഡ്യൂളിംഗ് നാലാമത്തെ ഇ പ്രിസ്ക്രൈബിംഗ് ഇലക്ട്രോണിക് പ്രിസ്ക്രൈബിംഗ് അവിടെ വരെയല്ലേ പറഞ്ഞു നിർത്തിയത് ഫീച്ചേഴ്സ് ഈ പ്രിസ്ക്രൈബിംഗ് വരെ അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയായിരുന്നു അല്ലെ ഓക്കെ അപ്പോ നെക്സ്റ്റ് നമ്മൾ ആറാമത്തെ നോക്കുന്നത് അഞ്ചാമത്തെ അല്ലെ അഞ്ചാമത്തെ ഇതാണ് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് ഇതെല്ലാം ഫീച്ചേഴ്സ് ആണ് കേട്ടോ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഫീച്ചേഴ്സ് ആണ് നെക്സ്റ്റ് വരുന്നത് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഡിജിറ്റൽ ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് പേഷ്യൻസിനെ മോണിറ്റർ ചെയ്യുന്നു അതാണ് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത് അവിടെ എന്താ ഡിജിറ്റൽ ഡിവൈസ് ആണ് ഉപയോഗിക്കുന്നത് യൂസ് ഓഫ് ഡിജിറ്റൽ ഡിവൈസ് ടു മോണിറ്റർ ദ പേഷ്യൻസ് ഹെൽത്ത് പേഷ്യൻസിന്റെ ഹെൽത്ത് മോണിറ്റർ ചെയ്യാൻ ഡിജിറ്റൽ ഡിവൈസുകൾ ഉപയോഗിക്കുന്നു അതാണ് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത് Okay, this is another aspiring features of health information system. Health information systemത്തിന്റെ ഒരു അഭിലഷണീയമായിട്ടുള്ള aspiring feature ഒരു അഭിലഷണീയമായിട്ടുള്ള ഒരു സവിശേഷതയാണ് ഏത് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത് which enables access to patient. Sixth സെയിം ക്വസ്റ്റ്യൻ ആണോ മോക്ക് ടെസ്റ്റില് ഫിഫ്ത്ത് സിക്സ്ത് തന്നെയായിരുന്നേ ഞാൻ നോക്കട്ടെ കേട്ടോ ഓക്കെ 5 ക്വസ്റ്റ്യൻ അല്ലേ ഷെയർ ആയിട്ടില്ലേ സ്ക്രീൻ ഇല്ല ആർക്കും കാണല്ലേ ഷെയർ ചെയ്തിട്ട് നോ ഒന്നുകൂടെ നോക്കട്ടെ കേട്ടോ ഇപ്പൊ നോക്കിയേ ഓക്കെ ആണോ നോക്കിയേ ഓക്കെ നമ്മൾ അടുത്തൊരു ഫീച്ചർ ആണ് കേട്ടോ റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത് കേട്ടോ റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് Okay, this is another aspiring features of health information system. Health information system inde oru അഭിലഷണീയമായിട്ടുള്ള ഒരു ഫീച്ചർ ആണ് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത് ഒരു ഡിജിറ്റൽ ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് പേഷ്യൻസിന്റെ ഹെൽത്ത് മോണിറ്റർ ചെയ്യുന്നതിനെയാണ് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത് ഇത് എന്തിന്റെ ഒരു സവിശേഷതയാണ് പറഞ്ഞേ ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഒരു അഭിലഷണീയമായിട്ടുള്ള ഒരു സവിശേഷതയാണ് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് ഇതിലൂടെ എന്താണ് സാധ്യമാകുന്നത് നോക്കി ആക്സസ് ടു പേഷ്യന്റ് ഡീറ്റെയിൽസ് ഈസിലി കണ്ടോ പേഷ്യൻസിന്റെ ആ വിശദാംശങ്ങളിലേക്ക് അവരുടെ ഡേറ്റയിലേക്ക് നമുക്ക് എളുപ്പത്തില് പ്രവേശിക്കാൻ പറ്റുന്നു ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പേഷ്യൻസിന്റെ ആ ഡീറ്റെയിൽസിലേക്ക് അല്ലെ അവരുടെ ആ റെക്കോർഡിലേക്ക് ഒക്കെ നമുക്ക് സിസ്റ്റമിലെ ഡിജിറ്റൽ ഡിവൈസ് അല്ലേ നമുക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് സിസ്റ്റത്തിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഈസി ആയിട്ട് അക്സസ് ചെയ്യാൻ പറ്റുന്നു ഹെൽത്ത് കെയർ പ്രൊവൈഡർ ഇത് കൂടാതെ കെയർ പ്രൊവൈഡേഴ്സിന് എന്തിന് സാധ്യമാകുന്നു എന്തിനു സഹായിക്കുന്നു ഡെലിവർ ഗുഡ് ഹെൽത്ത് കെയർ ടു ദ പേഷ്യൻസ് പേഷ്യൻസിന് നല്ലൊരു ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യാൻ അല്ലെ
നല്ലൊരു ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് മിറ്റിഗേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ലഘൂകരിക്കുക. സർവീസ് കണ്ടീഷൻ എക്സ്പെൻസ്, കഠിനമായ ചെലവുകള് എന്ത് ചെയ്യുന്നു, ലഘൂകരിക്കുന്നു. 3 കാര്യങ്ങൾ അവിടെ ഒന്ന് നോട്ട് ചെയ്തിട്ടോ കേട്ടോ. പേഷ്യൻസിന്റെ ഡീറ്റെയിൽസിലേക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാൻ പറ്റുന്നു. ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് പേഷ്യന്റിന് നല്ല ഹെൽത്ത് കെയർ കൊടുക്കാനായിട്ട് സഹായിക്കുന്നു. ആൻഡ് മിറ്റിഗേറ്റ്, ലഘൂകരിക്കുന്നു. സർവീസ് കണ്ടീഷൻ എക്സ്പെൻസ് അല്ലെ, കഠിനമായിട്ടുള്ള അവസ്ഥ ചിലവുകള് ഇത് ലഘൂകരിക്കുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് അപ്പൊ 3 പോയിന്റും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് നോക്കിയേ, റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് RPM. അവിടെ എക്സ്പാൻഡഡ് ഫോം ആയിട്ട് അത് പഠിച്ചു വെക്കുക, അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. Remote patient monitoring RPM is really useful for patients who are experiencing chronic health issues. കേട്ടോ, chronic health issues എന്ന് പറഞ്ഞാൽ എന്താ, വിട്ടുമാറാത്ത ആരോഗ്യ പ്രശ്നങ്ങളുള്ള പേഷ്യൻസിന് ഈ റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് യഥാർത്ഥത്തിൽ നല്ല ഒരു ഉപയോഗപ്രദമാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഈ ഒത്തിരി നമ്മൾ കുറെ നാളുകളായിട്ട് അത് വിട്ടുമാറാത്ത ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളവരില്ലേ, ക്രോണിക് പറഞ്ഞാൽ വിട്ടുമാറാത്ത ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന പേഷ്യൻസിന് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് യഥാർത്ഥത്തില് എന്താണ്, വളരെയധികം ഒരു ഉപയോഗപ്രദമാണ്. Doctors use the information gathered through RPM for monitoring patients' health status. ഇനി ഡോക്ടേഴ്സ് അപ്പൊ എന്താ പറഞ്ഞേ, പേഷ്യൻസിന് ഉപയോഗപ്രദമാണ്. വിട്ടുമാറാത്ത ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന പേഷ്യൻസിന് ഈ RPM റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് വളരെയധികം ഉപയോഗപ്രദമാണ്. അതിനോടൊപ്പം തന്നെ ഡോക്ടേഴ്സിനെ നോക്കി എന്തിനാണ് ഡോക്ടേഴ്സ് RPM ഉപയോഗിക്കുന്നത്? യൂസ് ദ ഇൻഫർമേഷൻ gathered through RPM for monitoring patients' health status. കണ്ടോ, പേഷ്യൻസിന്റെ ആരോഗ്യസ്ഥിതി, ആ ഹെൽത്ത് സ്റ്റാറ്റസ് മോണിറ്റർ ചെയ്യാനായിട്ട് ഈ RPM റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് ആ ഒരു സംവിധാനം ഉപയോഗിച്ച് ശേഖരിച്ച ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ആ ഇൻഫർമേഷൻ ശേഖരിക്കാനായിട്ട് ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്നു. RPM ഉപയോഗിച്ചുകൊണ്ട് ആ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാനായിട്ട് ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്നു. അപ്പൊ അവർക്ക് എന്ത് കിട്ടും? ഡോക്ടേഴ്സിന് ആ പേഷ്യൻസിന്റെ ഹെൽത്ത് സ്റ്റാറ്റസ് കൃത്യമായിട്ട് ഈ RPM-ലൂടെ മോണിറ്റർ ചെയ്യാനായിട്ട് പറ്റുന്നു. ഡോക്ടേഴ്സ് അങ്ങനെ ഇൻഫർമേഷൻ ശേഖരിക്കാനായിട്ടും ഈ RPM ഉപയോഗിക്കുന്നു. ക്ലിയർ ആവുന്നില്ലേ പറയണേ? Also, with these details, they can predict or end the situation what would or else require serious medical intervention. അപ്പൊ ഈ ഡേറ്റാസ് അല്ലെ പേഷ്യൻസിന് നമ്മൾ പറഞ്ഞു, ഇത് എന്താ അവർക്ക് യഥാർത്ഥത്തിൽ നല്ലൊരു എന്താ പറയാ ഒരു എക്സ്പീരിയൻസിങ് അവരുടെ ഒരു ഹെൽത്ത് ഇഷ്യൂസ് അനുഭവിക്കുന്ന ക്രോണിക് ഹെൽത്ത് ഇഷ്യൂസ് അനുഭവിക്കുന്ന പേഷ്യൻസിന് ഇത് ശരിക്കും ഉപയോഗപ്രദമാണെന്ന് പറഞ്ഞു. ഡോക്ടേഴ്സിന് പേഷ്യൻസിന് ഹെൽത്ത് സ്റ്റാറ്റസ് മോണിറ്റർ ചെയ്യാനായിട്ട് ഇത് ഉപയോഗപ്രദമാണെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഡോക്ടേഴ്സ് ഈ ഡീറ്റെയിൽസ് നമ്മള് ഈ RPM ഉപയോഗിച്ച് ശേഖരിക്കുന്ന ആ ഡീറ്റെയിൽസുകള് ആ ഡേറ്റാസ് അതിന്റെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യുന്നു, അത് വെച്ചിട്ട് they can predict. ഡോക്ടേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? predict ചെയ്യാൻ പറ്റും, മുൻകൂട്ടി കാണാൻ പറ്റും അല്ലെ? ആൻഡ് ഓർ എൻഡ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ചികിത്സ ഇപ്പൊ നമുക്കത് സ്റ്റോപ്പ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ മുൻകൂട്ടി ഇനിയിപ്പോ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസ് നമുക്ക് അവസാനിപ്പിക്കുന്നതിനോ അല്ലെ, അങ്ങനെ ആ ഒരു എന്താ പറയാ അങ്ങനെ ഉള്ള ഒരു സീരിയസ് ആയിട്ടുള്ള മെഡിക്കൽ ഇന്റർവെൻഷൻസ് അതിനൊക്കെ നമുക്ക് ഈ ഡോക്ടേഴ്സിന് ഈ RPM ഉപയോഗപ്രദമാണ്.
അപ്പൊ ഇങ്ങനെ അപ്പൊ ചില സിറ്റുവേഷൻസിൽ സീരിയസ് ആയിട്ടുള്ള മെഡിക്കൽ കണ്ടീഷൻസിന് അവർക്ക് ആ ഒരു ഇടപെടലുകള് അപ്പൊ അവർക്ക് കുറച്ചുകൂടി ആ ശ്രദ്ധ ഇടപെടലുകള് അതായത് എന്താ പറയാ എന്നേക്കുന്നേ അവർക്ക് കുറച്ചുകൂടി ആ കാര്യത്തില് എന്താ ഇൻവോൾവ് ചെയ്യാൻ ഉൾപ്പെടാനായിട്ട് എന്താണ് ആ സമയത്ത് നമുക്ക് തീരുമാനം എടുക്കേണ്ടത് നമുക്ക് ഓരോ കാര്യങ്ങൾ മുൻകൂട്ടി കാണാനായിട്ട് ഇത് സിസ്റ്റം ഉപയോഗിച്ച് ചെയ്യുന്നതാണല്ലേ അപ്പൊ പെട്ടെന്ന് അവർക്ക് പ്രെഡിക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനോ പറ്റും അപ്പൊ അങ്ങനെ ഗുരുതരമായിട്ടുള്ള മെഡിക്കൽ ഇടപെടലുകൾ ആവശ്യമായ സാഹചര്യങ്ങളിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും പ്രെഡിക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ സ്റ്റോപ്പ് ചെയ്യാനോ നിർത്താനോ ഒക്കെ ഡോക്ടേഴ്സിന് ഇത് സഹായിക്കുന്നു Other than electronic health care, RPM is useful for other cases too. ഇതൊന്നും അണ്ടർലൈൻ ചെയ്തോട്ടോ അപ്പൊ ഡോക്ടേഴ്സിന്റെ കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചത് Doctors use the information gathered through RPM for monitoring patients' patients in the health status. ആരോഗ്യനില മോണിറ്റർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു ആ ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക കേട്ടോ ഇനി ഈ RPM ഈസ് യൂസ്ഫുൾ ഫോർ അതർ കേസസ് മറ്റുള്ള കേസുകളിലും RPM ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ such as care for senior citizens മുതിർന്ന പൗരന്മാര് അല്ലെ അവർക്ക് കൊടുക്കുന്ന കെയർ ആഫ്റ്റർ ഡിസ്ചാർജിങ് ദ പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം കൊടുക്കുന്ന കെയറിങ് അല്ലെ പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം കൊടുക്കുന്ന കെയറിങ്ങില് ട്രീറ്റ്മെന്റ് ഫോർ ബിഹേവിയറൽ ഹെൽത്ത് ആൻഡ് സബ്സ്റ്റൻസ് അബ്യൂസ് എക്സെട്ര പിന്നെ അതുപോലെ തന്നെ മറ്റു കേസുകൾ അതായത് എന്താ ഉദ്ദേശിക്കുന്നത് ലഹരി വസ്തുക്കളൊക്കെ ഇല്ലേ അബ്യൂസ് ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തിനും ഉള്ള ചികിത്സ അപ്പൊ അങ്ങനെ ലഹരിയൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന അങ്ങനെയുള്ള ആ ട്രീറ്റ്മെന്റിന് കേട്ടോ അങ്ങനെയുള്ള ചികിത്സ ലഹരിയൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അത് നിർത്താൻ വേണ്ടി കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകളൊക്കെ ഇല്ലേ അങ്ങനെയുള്ള കേസുകൾക്കും ഒക്കെ ഈ RPM എന്താണ് വളരെയധികം പ്രയോജനപ്രദമാണ് അതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് RPM is useful for other cases too. Such as care for senior citizens, care after discharging a patient, treatment for behavioral health, പെരുമാറ്റാരോഗ്യം behavioral health and substance abuse etc. പിന്നെ ലഹരി വസ്തുക്കളുടെയൊക്കെ ദുരുപയോഗം അല്ലെ അങ്ങനെ ചെയ്യുന്ന പേഷ്യൻസിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിനും ഒക്കെ ഇത് ഉപയോഗപ്രദമാണ് ഇനി അടുത്തതാണ് മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് Master Patient Index. Okay. Master Patient Index has gathered popularity across many hospitals and a large organization of medical practices. മെഡിക്കൽ പ്രാക്ടീഷണറുകളുടെ വലിയ ഓർഗനൈസേഷനുകള് വലിയ സ്ഥാപനങ്ങളില് ഈ മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് ഇന്ത്യയിൽ വളരെയധികം പ്രചാരണം അല്ലെങ്കിൽ വളരെയേറെ പ്രചാരം നേടിയിട്ടുണ്ട് അത് കുറച്ചുകൂടി പോപ്പുലാരിറ്റി എന്താ പറഞ്ഞേക്കുന്നത് എന്താണ് ഒരു പ്രചാരം അപ്പൊ കുറച്ചും കൂടി അത് പ്രചരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതിന് കുറച്ചും കൂടി മെഡിക്കൽ പ്രാക്ടീസസില് വലിയ ഓർഗനൈസേഷനുകള് അല്ലെങ്കിൽ ഹോസ്പിറ്റൽസില് മെഡിക്കൽ റെക്കോർഡില് ഉണ്ട് അല്ലെ ധാരാളം ഹോസ്പിറ്റലുകളിലൊക്കെ മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് വളരെയധികം ജനശ്രദ്ധ നേടിയിട്ടുണ്ട് അല്ലെങ്കിൽ വളരെയധികം പ്രചാരം നേടിയിട്ടുണ്ട് ടെക്നോളജി എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത് വൺ റിക്വയർ ടു ഫീഡ് ദ പേഷ്യന്റ് ഇൻഫർമേഷൻ വൺസ് കണ്ടോ അതാണ് ഒരു പ്രത്യേകത ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ട് അതായത് പേഷ്യൻസിന്റെ ഇൻഫർമേഷൻ ഒരു പ്രാവശ്യം കൊടുത്താൽ മതി നമ്മൾ എപ്പോഴെപ്പോഴും ചെല്ലുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കണ്ട ഇതാണ് ഒരു പ്രാവശ്യം നമ്മൾ ആ ഡീറ്റെയിൽസ് കൊടുത്താൽ മതി With this technology, one required to feed the patient information one. ഒരു പ്രാവശ്യം എന്ത് ചെയ്താൽ മതി ഇൻഫർമേഷൻ കൊടുത്താൽ മതി After that, it gets connected to numerous database and therefore this data can be useful in the future for other lab tests and clinical department. അപ്പൊ നമ്മുടെ ഡേറ്റാസ് ഒരു പ്രാവശ്യം നമ്മൾ കൊടുത്താൽ മതി അല്ലെ അതിനുശേഷം എന്ത് ചെയ്യുന്നു ആ ഡേറ്റാസ് പല ഡേറ്റാബേസിലേക്ക് അത് പല സിസ്റ്റത്തിലേക്ക് അത് കണക്ട് ചെയ്യും
കണ്ടോ, കണക്റ്റഡ് ടു ന്യൂമറസ് ഡാറ്റാബേസ് ആൻഡ് therefore അതുകൊണ്ട് എന്താ ആ ഡേറ്റ നമുക്ക് യൂസ്ഫുൾ ആണ് എവിടെ, ഫ്യൂച്ചറില് പിന്നീട് നമ്മൾ ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കോ തന്നിട്ട് ലാബ് ടെസ്റ്റ്, ഇനി ലാബ് ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ ചെല്ലുമ്പോ ഇനിയും നമ്മുടെ പേര് അഡ്രസ് ഡീറ്റെയിൽസ് പിന്നെ കൊടുക്കണം അവർക്ക്, പിന്നെ അതിലേക്ക് എൻട്രി ചെയ്യേണ്ടി വരുമോ, വേണ്ട അല്ലെ. പിന്നെ അതുപോലെ തന്നെ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റുകൾ ചികിത്സാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ചെയ്താൽ നമ്മൾ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും നമ്മൾ വീണ്ടും വീണ്ടും ഇൻഫർമേഷൻ കൊടുക്കണ്ട അല്ലേ, അതല്ലേ. അതായത് നമ്മൾ ഒരു പ്രാവശ്യം അവിടെ എന്താണ് നമ്മൾ ആ ഡേറ്റാസ് അതിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിലും അത് ഉപയോഗിക്കാം. എന്തുകൊണ്ടാ, അത് പല ഡേറ്റാബേസിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, കണക്റ്റഡ് ടു ന്യൂമറസ് ഡേറ്റാബേസ്. therefore അതുകൊണ്ട് എന്താ ഈ ഡേറ്റ ഫ്യൂച്ചറിലേക്ക് കൂടി ഉപയോഗിക്കാം ഫോർ അത് മറ്റുള്ള ലാബ് ടെസ്റ്റുകൾക്ക് ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ ഒക്കെ അത് ഉപയോഗിക്കാം. ഇനി നോക്കിയേ, finding the data manually every time is not needed. എല്ലാ പ്രാവശ്യവും നമ്മൾ ഡേറ്റ മാനുവലി നമ്മൾ എഴുതുന്നത് നമുക്ക് വേണോ, അതിന്റെ ആവശ്യമില്ല അല്ലെ. ആ ഡേറ്റ ഓരോ പ്രാവശ്യം എൻട്രി ചെയ്യുന്നതിന്റെയോ അല്ലെങ്കിൽ ആ ഡേറ്റ നമ്മൾ കണ്ടുപിടിക്കാനോ ഒന്നും എന്താ അതിന്റെ ആവശ്യമില്ല. അവിടെ ഒരു പ്രാവശ്യം എൻട്രി ചെയ്താൽ എല്ലാത്തിലേക്കും അത് കണക്റ്റഡ് ആയിക്കൊള്ളും. ദിസ് കേസ് ഓഫ് the ease of access to patient detail is most important benefit of using master patient index. ഒന്ന് അണ്ടർലൈൻ ചെയ്തേ, ease എന്ന് വെച്ചാൽ അനായാസം, എളുപ്പത്തില്, ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്, പേഷ്യന്റ് ഡീറ്റെയിൽസ്, പേഷ്യന്റിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് ഈസി ആയിട്ട് അസസ് ചെയ്യാൻ പറ്റും അല്ലെ. അതാണ് ഏതിന്റെ മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ്, അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. എന്താണ് ബെനിഫിറ്റ് പറഞ്ഞേക്കുന്നത്, പേഷ്യൻസിന്റെ ഡീറ്റെയിൽസിലേക്ക് അനായാസം നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, എൻട്രി ചെയ്യാൻ പറ്റും അല്ലെ. അതാണ് മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തോട്ടെ ആ സെന്റൻസ്. അടുത്ത നോക്കിയേ, ഓൾസോ ഇറ്റ് ഈസ് ടോട്ടലി ഓട്ടോമാറ്റഡ്. എന്താ, അത് മൊത്തം ഓട്ടോമാറ്റഡ് അല്ലേ, ടോട്ടലി ഓട്ടോമാറ്റഡ്, മിനിമൈസ് ദ പോസിബിലിറ്റി ഓഫ് ഇറേഴ്സ്. എന്ത് ചെയ്യുന്നു, ഇറേഴ്സ് വരാനുള്ള സാധ്യത കുറയ്ക്കുന്നു. നമ്മൾ ഓരോ പ്രാവശ്യം ചോദിച്ച് മനസ്സിലാക്കി വീണ്ടും വീണ്ടും എൻട്രി ചെയ്യുമ്പോൾ ചിലപ്പോൾ മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. ഇത് ഒരു പ്രാവശ്യം നമ്മൾ കറക്റ്റ് ആയിട്ട് അതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഇങ്ങനെ ഇററുകൾ, പിശകുകൾ വരാനുള്ള സാധ്യത എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും അല്ലെ. ആൻഡ് ഇംപ്രൂവ് ദ സേഫ്റ്റി ഓഫ് ദ ഇൻഫർമേഷൻ. ആൻഡ് ഇംപ്രൂവ് ചെയ്യുന്നു, വർദ്ധിപ്പിക്കുന്നു എന്ത്, ഇൻഫർമേഷന്റെ സേഫ്റ്റി, സുരക്ഷ അല്ലെ. നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ വേറെ ആർക്കെങ്കിലും ഒക്കെ എടുക്കാൻ പറ്റുമോ, അത് പ്രത്യേകം നമ്മളൊരു ഫോൾഡറിൽ പ്രത്യേകമാക്കി വെച്ചേക്കുന്ന കാര്യമാണല്ലേ. അപ്പൊ അത് വേറെ ആർക്കും നമുക്ക് നമ്മൾ കൊടുക്കുന്ന ആ ഇൻഫർമേഷന്റെ സേഫ്റ്റിയും വർദ്ധിപ്പിക്കാൻ പറ്റുന്നു. അണ്ടർലൈൻ ചെയ്തോട്ടാ. മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് മിനിമൈസ് ദ പോസിബിലിറ്റീസ് ഓഫ് ഇറർ. പിശകുകൾ വരാനുള്ള സാധ്യത കുറയ്ക്കുന്നു. ആൻഡ് ഇംപ്രൂവ് ദ സേഫ്റ്റി ഓഫ് ദ ഇൻഫർമേഷൻ. നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ അതിന്റെ സേഫ്റ്റി വർദ്ധിപ്പിക്കുകയും ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് രണ്ട് കാര്യങ്ങളാണ്, മൂന്ന് പോയിന്റ് അതിനകത്ത് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് വായിച്ചു നോക്കാം. ഇമ്പോർട്ടന്റ് നമ്മൾ പറഞ്ഞു, ഇത് നമുക്ക് ഇതിന്റെ ഏറ്റവും വലിയൊരു കാര്യം എന്താ, പേഷ്യന്റിന്റെ ഇൻഫർമേഷൻ നമുക്ക് എന്താ ഒരു പ്രാവശ്യം നമുക്ക് ഫീഡ് ചെയ്താൽ മതി. രണ്ടാമത്തെ സെന്റൻസ്. പിന്നെ അതിനകത്ത് പറഞ്ഞേക്കുന്നത് എന്താ, നമ്മൾ പറഞ്ഞ എന്താണ് ഒരു ഇമ്പോർട്ടന്റ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞേക്കുന്നത്, നമുക്ക് പേഷ്യൻസിന്റെ ഡീറ്റെയിൽസിലേക്ക് അനായാസം പ്രവേശിക്കാൻ പറ്റും. പിന്നെ അടുത്തത് എന്താ പറഞ്ഞേക്കുന്നത്, ആ പോസിബിലിറ്റി ഇററുകൾ വരാനുള്ള സാധ്യത കുറയ്ക്കുന്നു. ഈ നമ്മൾ ആ ഇൻഫർമേഷന്റെ സേഫ്റ്റി ഇംപ്രൂവ് ചെയ്യിക്കുന്നു. ഓക്കെ, 3 പോയിന്റ്. ഇനി അടുത്ത് നോക്കിയേ, റാപ്പിംഗ് ഇറ്റ് അപ്പ്. റാപ്പിംഗ് എന്ന് വെച്ചാൽ എന്താ, റാപ്പ് ചെയ്യാന്ന് വെച്ചാ റാപ്പിംഗ് ഇറ്റ് അപ്പ്. ഒന്ന്
പൊതിയുക എന്നാണ് ശരിക്കും. പക്ഷെ ഇവിടെ നമുക്ക് പൊതിയാന്ന് വെച്ചാൽ എന്താ, കുറച്ചും കൂടി പ്രൊട്ടക്ട് ചെയ്യുക, സംരക്ഷിക്കുക എന്നുള്ള ഒരു ഇതാട്ടോ. Health information system will go on to bring changes in healthcare service. Health information system എന്നൊക്കെ will go on, മുന്നോട്ട് പോകാൻ പറ്റും. എങ്ങനെയാ? bring changes in health service. ഹെൽത്ത് സർവീസില് നമുക്ക് എന്താണ് ചേഞ്ചസ് ഈ ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം വഴി എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ചസ് വരുത്താൻ പറ്റും. അപ്പൊ അതില് കുറച്ചുകൂടി മാറ്റങ്ങൾ വരുത്തി ഇംപ്രൂവ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹെൽത്ത് സർവീസ് മുന്നോട്ട് പോകാൻ പറ്റും. will go on to bring changes in health service. HIS hospital information system വന്നതോട് കൂടി ഈ ഹെൽത്ത് സർവീസിൽ കുറച്ച് ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായി, കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായി അല്ലെ. പഴയ രീതിയിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് മാറ്റങ്ങളിലേക്ക് വന്നു. ആ മാറ്റങ്ങളിലൂടെ തന്നെ നമുക്ക് എന്താ മുന്നോട്ട് പോകാൻ പറ്റും. With the assistance of powerful system in hospital and medical procedure, not only will the efficiency of the professional, okay, with the assistance of the powerful system. Appo ee hospital ഏതാണ് 6th point ആ 6th എന്ന് പറഞ്ഞാല് ഏതാണ്, നമ്മൾ 1 2 3 നമ്പർ ആണോ, മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് ആണോ പറഞ്ഞത്? അതാണോ അതോ അതിന്റെ ഉള്ളിൽ വന്ന പോയിന്റ് ആണോ? മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് ആണോ? അതെന്ന് വെച്ചാൽ എന്താ, നമ്മള് ഈ ഒരു പ്രാവശ്യം നമ്മുടെ ഇൻഫർമേഷൻ ഫീഡ് ചെയ്ത് കൊടുത്താൽ മതി. അതാണ് ഈ ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്തെന്ന് പറഞ്ഞാൽ നമ്മൾ അത് ഒരു പ്രാവശ്യം നമ്മുടെ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്ത് കഴിയുമ്പോൾ അത് പല ഈ ഡാറ്റാബേസിലേക്ക്, ന്യൂമറസ് ഡാറ്റ പല സിസ്റ്റങ്ങളിലേക്ക് അത് കണക്റ്റഡ് ആവും. അപ്പൊ അത് നമ്മൾ ഇപ്പൊ ഒരു പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ഫ്യൂച്ചറിലും കൂടി ഇനി ഭാവിയിലും നമ്മൾ വീണ്ടും നമ്മൾ ഹോസ്പിറ്റൽ ചെയ്യുമ്പോൾ വീണ്ടും അവിടെ ഇൻഫർമേഷൻ നമ്മൾ എൻട്രി ചെയ്യേണ്ടി വരില്ല. അതായത് ഇപ്പൊ ലാബ് ടെസ്റ്റുകള് ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ വീണ്ടും ഫ്യൂച്ചറിൽ അത് എൻട്രി ചെയ്യേണ്ടി വരുന്നില്ല. കണ്ടോ, നമ്മൾ ഈ ഡേറ്റ മാനുവലി നമ്മൾ ഫൈൻഡ് ചെയ്യുക എന്നുള്ളത് നമുക്ക് അതിന് വേണ്ടി എടുക്കുന്ന ടൈം ആവശ്യമില്ല അവിടെ അല്ലെ. നമ്മൾ ഓൾറെഡി നമ്മളിപ്പോ ലാബിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ID നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽസ് ഓൾറെഡി അവിടെ അവൈലബിൾ ആണ് ഇല്ലേ. ID നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കിട്ടും. പിന്നെയും അത് വീണ്ടും എൻട്രി ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അതിനകത്ത് എന്താ പറഞ്ഞേക്കുന്നത്, ഇതിന്റെ ഒരു വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, പേഷ്യൻസിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാൻ പറ്റും. ഇപ്പൊ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്കാണെങ്കിലും ഇപ്പൊ ലാബില് ചെന്നു നമ്മുടെ പേര്, നമ്മുടെ എന്താണ് ഇതിങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒന്നും വേണ്ട. അപ്പൊ അവർക്ക് വേഗത്തിൽ നമ്മുടെ ഡീറ്റെയിലേക്ക്, പേഷ്യൻസിന്റെ ഡീറ്റെയിൽസിലേക്ക് പ്രവേശിക്കാൻ പറ്റൂലേ. ജസ്റ്റ് ID കൊടുത്തു കഴിഞ്ഞാൽ ഡീറ്റെയിൽ അവിടെ കിട്ടും. മറ്റത് നമ്മൾ ആദ്യം മുതലൊക്കെ ടൈപ്പ് ചെയ്തൊക്കെ കൊടുക്കണം. അപ്പൊ അങ്ങനെ പേഷ്യൻസിന്റെ ഡീറ്റെയിലിലേക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാൻ പറ്റും എന്നുള്ളതാണ് മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു, അത് എററുകൾ, പിശകുകൾ വരാനുള്ള സാധ്യത കുറയ്ക്കുന്നു അല്ലെ. നമ്മളിപ്പോ ഓരോ പ്രാവശ്യം കൊടുക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരാം. ഇത് ഒരു പ്രാവശ്യം കറക്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും തെറ്റുകൾ വരൂല അല്ലെ. എല്ലാം ഓട്ടോമാറ്റിക്കലി ആണ് അത് അല്ലെ. സിസ്റ്റം ദിസ് ഈസ് ഓട്ടോമാറ്റിക്കലി ടോട്ടലി ഓട്ടോമാറ്റ് ആണ്. അതുകൊണ്ട് തന്നെ എററുകൾ വരാൻ അതിന്റെ സാധ്യത കുറവാണ്. മിനിമൈസ് കുറയ്ക്കുന്നു, എറർ വരാനുള്ള സാധ്യത കുറയ്ക്കുന്നു. ആൻഡ് ഇംപ്രൂവ് ദ സേഫ്റ്റി ഓഫ് ഇൻഫർമേഷൻ, നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ വിവരങ്ങളുടെ സേഫ്റ്റിയും ഉറപ്പാക്കുന്നു, ഇംപ്രൂവ് ചെയ്യുന്നു, വർദ്ധിപ്പിക്കുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി റാപ്പിംഗ് ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, കവർ ചെയ്യുക അല്ലെങ്കിൽ എന്താ പറയാ, സംരക്ഷിക്കുക എന്നുള്ള മീനിങ് ആണ്. അപ്പൊ നോക്കിയേ, ഈ ഹെൽത്ത് കെയർ സർവീസില് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ത് ചെയ്തിട്ടുണ്ട്, വന്നതോടുകൂടി കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിലൂടെ, ആ മാറ്റങ്ങളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇതിന്റെ അസിസ്റ്റൻസ് ഓഫ് പവർഫുൾ സിസ്റ്റം ഇൻ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ പ്രൊസീജിയർ, നോട്ട് ഓൺലി വിത്ത് ദ എഫിഷ്യൻസി ഓഫ് ദ പ്രൊഫഷണൽ. അപ്പൊ ഈ ഹോസ്പിറ്റലിലും മെഡിക്കൽ പ്രൊസീജിയറിലും ഇത് ഈ ഒരു ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഒരു അസിസ്റ്റൻസ്, അതിന്റെ ഒരു സഹായം
അതുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം വന്നതുകൊണ്ട് ഹോസ്പിറ്റലിലും മെഡിക്കൽ പ്രൊസീജിയറുകളിലും വന്നത് എന്താണ് ഈ not only with the efficiency of the professional we increased ആ പ്രൊഫഷണൽസിന്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുക ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത് കണ്ടോ not only എന്താ will the efficiency of the professional be increased പ്രൊഫഷണൽസിന്റെ എഫിഷ്യൻസി കാര്യക്ഷമത വർദ്ധിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത് പിന്നെ എന്താണ് ബട്ട് ഓൾസോ എന്തുകൂടി ചെയ്യും their work will become easier and more organized അവരുടെ ജോലി ഈസി ആക്കിയില്ലേ എളുപ്പമാക്കിയില്ലേ അല്ലെങ്കിൽ സ്റ്റാഫുകൾ മെനക്കെട്ട് അവിടെ ഇരുന്ന് ചെയ്യണം അല്ലെ ഇത് ഒറ്റ ഒരു പ്രസ് ചെയ്താൽ മതി പെട്ടെന്ന് ഒറ്റ ക്ലിക്കിൽ നമുക്ക് എല്ലാവരും ഡീറ്റെയിൽ കിട്ടും ഇപ്പൊ ഇവിടുന്ന് വേറെ ലാബിന്ന് നമ്മൾ റിപ്പോർട്ട് ഡോക്ടറിന് കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ലാബിന്ന് വേറെ പണ്ടാണെങ്കിലും ഒരു നേഴ്സ് പോയി അതെടുത്ത് ആ ചാർട്ട് എടുത്ത് ഡോക്ടറിന്റെ ടേബിളിൽ കൊണ്ടുവന്ന് വെക്കണം ഇപ്പൊ വേണോ ഒറ്റ ക്ലിക്കിൽ അവർക്ക് നേരെ സിസ്റ്റത്തിൽ കൂടെ ഡോക്ടറിന്റെ അടുത്തായിട്ട് ഫാർമസിയിൽ നിന്ന് മെസ്സേജ് കൊടുക്കാൻ പറ്റൂലേ അല്ലെ നമ്മുടെ ടെസ്റ്റിന്റെ ഡീറ്റെയിൽസ് എത്തിക്കാൻ പറ്റൂലേ ഇല്ലേ അപ്പൊ എന്ത് അവർക്കടെ ആ എഫിഷ്യൻസി കാര്യക്ഷമത വർദ്ധിപ്പിക്കുക മാത്രമല്ല ചെയ്തത് എന്തുകൂടി ഉണ്ട് അവർക്കുടെ ജോലി ഈസിയർ ആയി അല്ലെ കുറച്ചുകൂടി ഈസി ആക്കി ആൻഡ് മോർ ഓർഗനൈസ്ഡ് കുറച്ചുകൂടി ഓർഗനൈസ്ഡ് കുറച്ചുകൂടി അവരെ സിസ്റ്റമാറ്റിക് ആയി അവരുടെ ജോലി ഭാരം ഈസി ആയി as the result they focus on giving better care to the patient and improving patient engagement and commitment okay അതിന്റെ ഫലമായിട്ട് they focus അവരെന്തിനാ ഫോക്കസ് ചെയ്തേ എന്തിലാ അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നോക്കിയേ ബെറ്റർ കെയർ ടു ദ പേഷ്യൻസിന് നല്ല കെയർ കൊടുക്കുന്നതിൽ അവര് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് എൻഗേജ്മെന്റ് ആൻഡ് കണ്ടന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സംതൃപ്തി പേഷ്യൻസിന്റെ ഇടപെടലുകൾ അവരുടെ സംതൃപ്തി ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്നതിലും അല്ലെ പേഷ്യൻസിന് നല്ല കെയർ കൊടുക്കുന്നതിലും അവര് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു then in short അതൊന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ focusing on giving better care to the patient and improving patient engagement and contentment engagement എന്ന് വെച്ചാൽ ഇടപെടലുകള് contentment എന്ന് പറഞ്ഞാൽ സംതൃപ്തി in short ചുരുക്കി പറയുകയാണെങ്കിൽ HIS offers a win situation for both the patients and the healthcare providers when it comes to defining care delivery service അപ്പൊ നമ്മൾ in short ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ത് ചെയ്യുന്നു ഈ നമുക്ക് അവിടെ ആ ഒരു ഡെലിവറി ഡിഫൈനിങ് കെയർ ഡെലിവറി സർവീസ് പരിചരണ വിതരണ സംവിധാനങ്ങള് സേവനങ്ങള് സർവീസ് കെയർ ഡെലിവറി സർവീസ് മെച്ചപ്പെടുത്തുന്ന കാര്യത്തില് പേഷ്യൻസിനും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനും എന്താണ് നോക്കിയേ ആർക്കൊക്കെയാണ് പേഷ്യൻസിനും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനും ഒരു വിജയകരമായിട്ടുള്ള ഒരു വിൻ സിറ്റുവേഷൻ കണ്ടോ വിജയകരമായിട്ടുള്ള ഒരു സാഹചര്യം HIS ഓഫർ ചെയ്യുന്നു ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ HIS offers a win situation for both the patients and health care providers like പേഷ്യൻസിനും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനും ഒരു വിജയകരമായിട്ടുള്ള ഒരു സാഹചര്യം അല്ലെ ഒരു സാഹചര്യം HIS ഓഫർ ചെയ്യുന്നു പേഷ്യൻസിന് മാത്രമല്ല ആർക്കും കൂടി ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനും രണ്ടുപേർക്കും ബെനിഫിഷ്യൽ അല്ലേ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഇനി നെക്സ്റ്റ് നോക്കിയ ടൈപ്പ് ഓഫ് ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം ആണ് പലതരത്തിലുള്ള ക്ലിനിക്കൽ ചികിത്സാ സംബന്ധമായിട്ടുള്ള ഇൻഫർമേഷൻ സിസ്റ്റം അതിൽ പലത് പറയുന്നുണ്ട് അതിനകത്ത് ഫസ്റ്റ് ആണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് EHR കേട്ടോ അത് കുറച്ച് ഡീറ്റെയിൽ ഉണ്ട് അതിന്റെ കമ്പാരിസൺ പേപ്പർ റെക്കോർഡും ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡും തമ്മിലുള്ള കമ്പാരിസൺ അടുത്ത ഇതിനകത്ത് വരുന്നുണ്ട് അപ്പൊ ഒന്നാമത്തെയാണ് EHR പിന്നെ അടുത്തതാണ് ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം അടുത്തത് കേട്ടോ ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം പിന്നെ കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി ഇത് യൂസസ് ആണ് അത് എളുപ്പമാണ് കേട്ടോ യൂസസ് കമ്പ്യൂട്ടർ അതൊക്കെ നിങ്ങൾ മറ്റേ ബേസിക് ഓഫ് കമ്പ്യൂട്ടർ പഠിച്ചോ നിങ്ങള്
ഫോർത്ത് മൊഡ്യൂളിൽ ഇല്ല അല്ലെ? ഇതിനകത്ത് ഇത് ആദ്യം നമുക്ക് പഠിക്കാം, അവിടെ പഠിക്കാൻ എളുപ്പമായിരിക്കും. ഹോസ്പിറ്റലിൽ കമ്പ്യൂട്ടറിൽ യൂസസ്, വേർഡ്, എക്സൽ, പവർ പോയിന്റ്, ഇതൊക്കെ നമുക്ക് അതിനകത്ത് പഠിക്കാനുണ്ട്. ഇതിന്റെ ആപ്ലിക്കേഷൻ കുറച്ച് കാര്യങ്ങളൊക്കെ ആ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട് കേട്ടോ. നോക്കിയേ, ലാസ്റ്റ് സെക്ഷൻ കമ്പ്യൂട്ടർ ബേസ് ചെയ്തിട്ടുള്ള കേട്ടോ. ഇവിടെ നോക്കിയേ, ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം. ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം. അതിനകത്ത് ഫസ്റ്റ് ആണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്, EHR. പലതരത്തിലുള്ള ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഫസ്റ്റ് EHR ആണ്, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. ഓക്കെ, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് EHR. അപ്പൊ എക്സ്പാൻഡഡ് ഫോം ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. Electronic health record is a systematized body of patients and population electronically recorded health information in a digital format. Underline ചെയ്തോ? Dash say, or dash it ചോദിക്കും, is the systematized body of patients and population electronically record health information in a digital format. എന്താ പറഞ്ഞേക്കുന്നേ? ഒരു ഡിജിറ്റൽ ഫോർമാറ്റില് ഇലക്ട്രോണിക്കലി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പോപ്പുലേഷന്റെ പേഷ്യൻസ് ആൻഡ് പോപ്പുലേഷൻ കണ്ടോ? ബോഡി ഓഫ് പേഷ്യൻസിന്റെ, അതുപോലെ തന്നെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ മൊത്തം ഇതായല്ലോ. പോപ്പുലേഷന്റെ അല്ലെങ്കിൽ പേഷ്യൻസ് ആൻഡ് പോപ്പുലേഷന്റെ ചിട്ടയായിട്ടുള്ള ഒരു ആരോഗ്യ വിവരങ്ങളെയാണ് എന്തെന്ന് പറയുന്നത് ഈ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, എന്താ പറഞ്ഞേക്കുന്നത്? സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് പേഷ്യന്റ് ആൻഡ് പോപ്പുലേഷൻ ഇലക്ട്രോണിക്കലി റെക്കോർഡഡ്. ഇലക്ട്രോണിക്കലി റെക്കോർഡഡ് ഹെൽത്ത് ഇൻഫർമേഷൻ ഏത് ഫോർമാറ്റിലാണത്? ഡിജിറ്റൽ ഫോർമാറ്റ്. ഡിജിറ്റൽ ഫോർമാറ്റില് ഇലക്ട്രോണിക്കലി രേഖപ്പെടുത്തിയിട്ടുള്ള പേഷ്യൻസിന്റെയും പോപ്പുലേഷന്റെയും ഒക്കെ ഡിജിറ്റൽ വേർഷൻ ഓഫ് പേഷ്യന്റ് മെഡിക്കൽ റെക്കോർഡ്സ്. ശരിയാണ്, പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ് ഡിജിറ്റലൈസ് ചെയ്തിട്ട്, അതായത് സിസ്റ്റത്തിലൂടെ തന്നെ, മറ്റേ പണ്ടത്തെ ചാർട്ടൊന്നും അല്ല, അവിടെ പേപ്പർ റെക്കോർഡുകളല്ല പറയുന്നത് കേട്ടോ. ഓക്കെ, രേഖപ്പെടുത്തിയിട്ടുള്ള പോപ്പുലേഷന്റെ ചിട്ടയായിട്ടുള്ള ആരോഗ്യ വിവരങ്ങളെയാണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്, അത് പേരിൽ തന്നെ അറിയാം അല്ലെ എന്ന് പറയുന്നത്. ഫസ്റ്റ് ലൈൻ നോട്ട് ചെയ്തിട്ട് കേട്ടോ. These records can be shared across different healthcare settings. ഈ records നമുക്ക് പല healthcare settingsലും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. These records can be shared. This record can be shared across different health settings. Health settingsൽ നമുക്ക് പല ഹെൽത്ത് സെറ്റിംഗ്സിലേക്ക് നമുക്ക് ഇത് ഷെയർ ചെയ്യാൻ പറ്റും. ആ റിപ്പോർട്ടുകൾ ഷെയർ ചെയ്യാൻ പറ്റും. ഒരു സിസ്റ്റത്തിൽ കിടക്കുന്നത് നമ്മൾ വേറെ ഏതെങ്കിലും ഏരിയയിലേക്ക്, അല്ലെ, ക്ലിനിക്കൽ ഏരിയയിലേക്ക് വേണമെങ്കിൽ നമുക്ക് ആ റിപ്പോർട്ടുകൾ എന്ത് ചെയ്യാൻ പറ്റും? ഷെയർ ചെയ്യാൻ പറ്റും. റെക്കോർഡ്സ് ആർ ഷെയർഡ് ത്രൂ. ഇനി ഏതിൽ കൂടിയാണ് ആ റെക്കോർഡുകൾ ഷെയർ ചെയ്യുന്നത്? ത്രൂ നെറ്റ്വർക്ക് കണക്റ്റഡ്, അല്ലെ, കണക്ട് ചെയ്തിട്ടുള്ള നെറ്റ്വർക്കിലൂടെ. എന്റർപ്രൈസ് സംരംഭം, വൈഡ് ഇൻഫർമേഷൻ സിസ്റ്റം or other information networks and exchanges. മറ്റുള്ള ഇൻഫർമേഷൻ നെറ്റ്വർക്കിലൂടെ അല്ലെങ്കിൽ എക്സ്ചേഞ്ചുകൾ കൈമാറ്റത്തിലൂടെ, ആൻഡ് എക്സ്ചേഞ്ചസ് കൈമാറ്റത്തെ ഹെൽത്ത് റെക്കോർഡ് ഉപയോഗിച്ച് ഹെൽത്ത് കെയർ സെറ്റിംഗ്സ് എന്ന് വെച്ചാൽ വേറെ ഡിപ്പാർട്ട്മെന്റ് ആണോന്നോ? ഹെൽത്ത് കെയർ സെറ്റിംഗ്സ് എന്ന് വെച്ചാൽ മൊത്തത്തിൽ നമ്മൾ പറയുന്നതാണ്. അതിനകത്ത് നമ്മൾ എന്താ പറയാ, ആ ഹോസ്പിറ്റലിലെ ആ ചികിത്സാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പല സെക്ഷനുകൾ തന്നെയുണ്ട്. മൊത്തത്തില് ഹെൽത്ത് കെയർ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞേക്കുന്നത് കേട്ടോ. അതായത് ഇപ്പൊ നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ റിസപ്ഷൻ മുതൽ പല പല സെക്ഷനുകളില്ലേ? ഡോക്ടറിനെ കാണുന്ന ഇത് മുതൽ നമ്മള് രജിസ്ട്രേഷൻ തുടങ്ങി, അല്ലെ, ആ ഒരു ആരോഗ്യ പരിചരണ സംവിധാനത്തില്, അതാണ് ശരിക്കും മലയാളം, ആരോഗ്യ പരിചരണ സംവിധാനം. അതായത് ഹോസ്പിറ്റലിൽ മൊത്തം ആ ഒരു ഫെസിലിറ്റിയില് എല്ലാരും കൂടി പറഞ്ഞേക്കണേ കേട്ടോ. അപ്പൊ എല്ലാ സെക്ഷനിലേക്കും അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കും അല്ലെങ്കിൽ ഏത് ഏരിയയിലേക്കും നമുക്കത് ഷെയർ ചെയ്യാം, ആ റെക്കോർഡുകൾ ഷെയർ ചെയ്യാന്നാ പറഞ്ഞേക്കുന്നത്. നെറ്റ്വർക്ക് അതെങ്ങനെ ഷെയർ ചെയ്യാം? ത്രൂ നെറ്റ്വർക്ക് കണക്ട് ചെയ്ത നെറ്റ്വർക്കിലൂടെ എന്റർപ്രൈസ് വൈഡ് ഇൻഫർമേഷൻ സിസ്റ്റം, ഒരു വലിയ വൈഡ് എന്ന് വെച്ചാൽ കുറച്ചുകൂടി ഡെപ്ത് ആയിട്ടുള്ള ഇൻഫർമേഷൻ സിസ്റ്റം ഓർ അതർ മറ്റുള്ള ഇൻഫർമേഷൻ നെറ്റ്വർക്ക് ആൻഡ് എക്സ്ചേഞ്ചസ്, അല്ലെങ്കിൽ എക്സ്ചേഞ്ചുകൾ കൈമാറ്റത്തിലൂടെയൊക്കെ നമുക്ക് ഇത് ഷെയർ ചെയ്യാം. EHS are
ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ്, അതിന്റെ റെക്കോർഡ്സ് എന്നുള്ളത് എസ് അത് ഷോർട്ട് ചെയ്ത് കൊടുത്തേക്കണേ കേട്ടോ. മെനി കൺസിസ്റ്റ് ഓഫ് റേഞ്ച് ഓഫ് ഡേറ്റ ദാറ്റ് ഇൻക്ലൂഡ്സ്, എന്തൊക്കെയാണ് അതിനകത്ത് ഉൾപ്പെടുന്നത് നോക്കി. EHR may consist of range of data, പല റേഞ്ചിലുള്ള ഡേറ്റാസ്. ദാറ്റ് ഇൻക്ലൂഡ് ഡെമോഗ്രാഫിക്, ഡെമോഗ്രാഫിക് എന്ന് പറഞ്ഞാൽ എന്താ, ഡെമോഗ്രാഫിക് സോഷ്യൽ ഡേറ്റാസ് കേട്ടോ, സോഷ്യൽ ഡേറ്റാസ്, സോഷ്യൽ ഡേറ്റാസ്, മെഡിക്കൽ ഹിസ്റ്ററി, പേഷ്യന്റിന്റെ മെഡിക്കൽ ഹിസ്റ്ററി, മെഡിക്കേഷൻ ആൻഡ് അലർജീസ്, മരുന്നുകള് എന്തെങ്കിലും അലർജികള് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ, ഇമ്മ്യൂണൈസേഷൻ സ്റ്റാറ്റസ്, രോഗപ്രതിരോധ ശേഷി അതിന്റെ ആ നില, ലബോറട്ടറി ടെസ്റ്റ് റിസൾട്ട്, ലബോറട്ടറി ടെസ്റ്റിന്റെ റിസൾട്ടുകൾ, റേഡിയോളജി ഇമേജസ്, എന്തെങ്കിലും എക്സ്റേയോ സ്കാനിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ, ആൻഡ് വൈറ്റൽ സൈൻ, വൈറ്റൽ സൈൻ എന്ന് പറഞ്ഞാൽ എന്താ, വൈറ്റൽ സൈൻ എന്താണ് മെഷർമെന്റ് ഓഫ് ദ ബോഡി, ബേസിക് ഫങ്ഷൻ. സാധാരണ ബേസിക് ഫങ്ഷൻ മെഷർ ചെയ്യൂലേ സാധാരണ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ, BP, ബ്ലഡ് പ്രഷർ, ടെമ്പറേച്ചർ, വെയിറ്റ്, ഇതൊക്കെ എന്ത് അസുഖമാണെങ്കിലും നമ്മൾ ചെല്ലുമ്പോ അവര് നോക്കൂലേ അല്ലെ, BP ചെക്ക് ചെയ്യും, നമ്മുടെ വെയിറ്റ് നോക്കും, എന്നിട്ട് അവിടെ എഴുതി വയ്ക്കും അല്ലെ, ടെമ്പറേച്ചർ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കും. അതാണ് വൈറ്റൽ സൈൻസ് എന്ന് പറഞ്ഞത്, സുപ്രധാനമായിട്ടുള്ള അടയാളങ്ങൾ, അതായത് നമ്മൾ മെഷർ ചെയ്യുന്നതാണ്. ഓക്കെ, ബേസിക് ഫങ്ഷൻസ് മെഷർ ചെയ്യുന്നതാണ് വൈറ്റൽ സയൻസ്. പേഴ്സണൽ സ്റ്റാറ്റിക്സ് സച്ച് ആസ് ഏജ്, പിന്നെ അവിടെ വേറെ പറയണ്ടേ, വയസ്സ്, വെയിറ്റ് ആൻഡ് ബില്ലിംഗ് ഇൻഫർമേഷൻ, ഇതെല്ലാം EHR ഉൾപ്പെടുന്നു. അതൊന്നും അണ്ടർലൈൻ ചെയ്തിട്ടേ കേട്ടോ. ഇനി ഏതെങ്കിലും വേണമെങ്കിൽ ചോദിക്കാം, EHR മേ കൺസിസ്റ്റ് ഓഫ് പറഞ്ഞ് ഡാഷ് ഇട്ട് ചോദിക്കാം. അപ്പൊ അതിന്റെ പേരുകൾ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ ഏതൊക്കെ ആണ് EHR ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നേ അല്ലെങ്കിൽ ഉൾപ്പെടുന്നത് എന്നുള്ളത് നോട്ട് ചെയ്യുക. ഇനി നോക്കിയേ, ഫോർ സെവറൽ ഡെക്കേഡ്സ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ്, അവിടെ എസ് ഷോർട്ട് ചെയ്ത് എഴുതിക്കോട്ടോ. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് എന്നുള്ളതിന് എസ് അവിടെ ഷോർട്ട് ആയിട്ട് നമ്മൾ മുകളിൽ എഴുതിയിട്ടില്ലേ, അതുപോലെ ഷോർട്ട് ആക്കി ആറിന്റെ താഴെയായിട്ട് അവിടെ എഴുതിക്കോട്ടോ. For several decades, electronic health records (EHRs) have been evaluated as a key to enhancing quality care. നിരവധി പതിറ്റാണ്ടുകളായിട്ട് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് ഒരു ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് അല്ലെ, ഈ ഗുണനിലവാരമുള്ള ഒരു കെയർ, ഒരു പരിചരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു കീ, ഒരു താക്കോലായിട്ട് ഒരു വിലയിരുത്തപ്പെടുന്നു. അതായത് അതിനുള്ള ഒരു കീ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. ക്വാളിറ്റി കെയർ എൻഹാൻസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, മെച്ചപ്പെടുത്തുന്നത്. അപ്പൊ ഈ ഇത്രയും സിസ്റ്റം ഡിജിറ്റലൈസ്ഡ് ആയതുകൊണ്ട് തന്നെ ആ പേഷ്യൻസിന് കൊടുക്കുന്ന ക്വാളിറ്റി നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പാടില്ലേ അല്ലെ, അധികം പിശകുകളോ കാര്യങ്ങളോ ഒന്നും വരില്ല. കറക്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്കത് പേഷ്യൻസിന് അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ടും സ്റ്റാഫുകൾക്കായിരുന്നെങ്കിലും പെട്ടെന്ന് അക്സസ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ അതിന്റെ ആക്യുറേറ്റ് ആണ്, കൃത്യതയുണ്ട് അല്ലെ, വേറെ പിശകുകൾ വരൂല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറഞ്ഞേക്കുന്നത്, ഒരു നല്ലൊരു ഗുണനിലവാരമുള്ള ഒരു പരിചരണം മെച്ചപ്പെടുത്തുന്നതിന് അല്ലെ നിരവധി പതിറ്റാണ്ടുകളായിട്ട്, സെവറൽ ഡെക്കേഡ്സ്, EHRs ഒരു ഗുണനിലവാരമുള്ള ഒരു കെയർ, പരിചരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു താക്കോലായിട്ട് വിലയിരുത്തപ്പെടുന്നു. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് ആർ യൂസ്ഡ് ഫോർ അതർ റീസൺസ് ദാൻ ചാർട്ടിംഗ് ഫോർ ദ പേഷ്യൻസ്. ഈ പേഷ്യൻസിനെ ചാർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് ആർ യൂസ്ഡ് ഫോർ ഉപയോഗിക്കുന്നത് പേഷ്യന്റിന്റെ വിവരങ്ങൾ ചാർട്ട് ചെയ്യാൻ മാത്രമല്ല ഉപയോഗിക്കുന്നത്. ടുഡേ providers are using data from patient records to enhance quality outcome by means of their care management programs. എന്താ പറഞ്ഞേക്കുന്നത്, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് പേഷ്യൻസിന്റെ വിവരങ്ങൾ ചാർട്ട് ചെയ്യാൻ മാത്രമല്ല ഉപയോഗിക്കുന്നത്. ടുഡേ ഇന്ന് അത് എന്തിനു കൂടി ഉപയോഗിക്കേണ്ടത്, ഈ പ്രൊവൈഡേഴ്സിനെ, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആർ യൂസിങ് ദ ഡേറ്റ, അവർ ഈ ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, റെക്കോർഡ് ആ പ്രൊവൈഡേഴ്സ് ആ പേഷ്യൻസിന് കൊടുക്കുന്ന ക്വാളിറ്റി മെച്ചപ്പെടുത്തുന്നു
അല്ലെ? അതിന്റെ ഫലമായിട്ട് നല്ല ക്വാളിറ്റി മെച്ചപ്പെടുത്തുന്നത് അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള സർവീസ് കൊടുക്കുന്നതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? ഔട്ട്കം, എൻഹാൻസ് ദ ക്വാളിറ്റി ഔട്ട്കംസ്, അവരുടെ ഔട്ട്കം. അപ്പൊ നമ്മുടെ പേഷ്യൻസിന്റെ ഔട്ട്കം കൂടൂലേ, മെച്ചപ്പെടുന്നു. ബൈ മീൻസ് ഓഫ് ദ കെയർ മാനേജ്മെന്റ് പ്രോഗ്രാം. ഹെൽത്ത് റെക്കോർഡ് ഉപയോഗിച്ചിട്ട് ഈ കെയർ പ്രൊവൈഡേഴ്സിന് പേഷ്യൻസിന് നല്ല കെയർ കൊടുത്തിട്ട് തന്നെ നല്ല കെയർ കൊടുക്കാൻ പറ്റും. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഇമ്പോർട്ടന്റ് ഉള്ളത് ഞാൻ നോട്ട് ചെയ്ത് തരാം കേട്ടോ. ഇതിങ്ങനെ പാരഗ്രാഫ് ആയിട്ടാ കിടന്നേക്കുന്നത്, പോയിന്റ് ഔട്ട് അല്ല. എന്നൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത് ഇവിടെ? നമ്മൾ പറഞ്ഞേക്കുന്നത് കെയർ പ്രൊവൈഡേഴ്സിന് പേഷ്യൻസിന് നല്ല ക്വാളിറ്റി ഉള്ള ഒരു കെയർ കൊടുക്കാൻ പറ്റും അല്ലെ? അങ്ങനെ അപ്പോ ആ ക്വാളിറ്റി ഉള്ള ഒരു നല്ല ഗുണനിലവാരമുള്ള കെയർ കൊടുക്കുമ്പോൾ എന്താണ്? നല്ലൊരു ഔട്ട്കം ലഭിക്കും അല്ലെ? നല്ല കെയർ കൊടുത്താൽ പേഷ്യന്റിൽ നിന്ന് കിട്ടുന്ന ഔട്ട്കം ബെറ്റർ അല്ലേ? ലഭ്യമാക്കാനായിട്ട് സാധിക്കുന്നു. ഫസ്റ്റ് സെന്റൻസ് അതിലൊന്ന് നോട്ട് ചെയ്ത കേട്ടോ. Electronic health records have been evaluated as a key to enhance quality of care. അതൊന്ന് നോട്ട് ചെയ്തത്. EHR combines all patient demographic into a large pool and use this information to help with the creation of new treatment or innovation in healthcare delivery, which overall improves the goals in healthcare. Okay, EHR combines all patient demographics into the large pools. അപ്പൊ ഈ പേഷ്യൻസിന്റെ ഡേറ്റാസ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സുകൾ എന്താ ഒരു ലാർജ് പൂൾ എന്ന് പറഞ്ഞ ഒരു ഫയല് അല്ലെ? ഇതൊരു ഫയലിലേക്ക് എന്ത് ചെയ്യുന്നു? ശേഖരിക്കുന്നു, എൻട്രി ചെയ്യുന്നു. ലാർജ് പൂൾ എന്ന് പറഞ്ഞ ഫയൽ അല്ലെങ്കിൽ ഫോൾഡർ നമ്മുടെ സിസ്റ്റത്തിൽ ഓരോ ഫോൾഡറിലേക്ക് വെക്കൂലേ, ഡാറ്റാസ് വെക്കൂലേ? അതുപോലെ അപ്പൊ പേഷ്യൻസിന്റെ വിവരങ്ങള് എല്ലാരും കമ്പൈൻ ചെയ്തിട്ട് എല്ലാരും എന്താ പറയാ പേഷ്യൻസിന്റെ ഇൻഫർമേഷൻ കൂട്ടിച്ചേർത്ത് അല്ലെങ്കിൽ എല്ലാ വിവരങ്ങളും എങ്ങോട്ട് ഒരു വലിയ ഒരു ഫോൾഡറിലേക്ക് അതെന്ത് ചെയ്യുന്നു? സൂക്ഷിക്കുന്നു. ദിസ് ഇൻഫർമേഷൻ ടു ഹെൽപ്പ് വിത്ത് ദ ക്രിയേഷൻ ഓഫ്, ഇത് എന്തിനു സഹായിക്കുന്ന ഇൻഫർമേഷൻ? with the help with the creation of new treatment, പുതിയ ട്രീറ്റ്മെന്റിന് ഇത് ഹെൽപ്ഫുൾ അല്ലേ? or innovation in healthcare delivery. കണ്ടോ? ഈ ഹെൽത്ത് കെയർ ഡെലിവറി നവീകരിക്കുന്നതിനും ഇന്നോവേഷൻ നവീകരിക്കുക. അപ്പൊ ഹെൽത്ത് കെയർ ഡെലിവറി നല്ലൊരു ആരോഗ്യകരമായിട്ടുള്ള ഒരു പരിചരണം കൊടുക്കാനായിട്ട് അല്ലെ? അതിന് പുതിയ ട്രീറ്റ്മെന്റിനും അത് ഇന്നോവേഷൻ അത് നവീകരിക്കുന്നതിനും കാരണമാകും. വിച്ച് ഓവറോൾ ഇംപ്രൂവ് ദ ഗോൾസ് ഇൻ ഹെൽത്ത് കെയർ. അത് എന്തിനു സഹായിക്കുന്നു? ആ ഹെൽത്ത് കെയറിലെ ഓവറോൾ ഇംപ്രൂവ്സ് അല്ലെ? ഓവറോൾ ആയിട്ട് ഇംപ്രൂവ് ചെയ്യാനായിട്ട്. ഗോൾ എന്താ? ഹെൽത്ത് കെയറിന്റെ ഗോൾ എന്താ? എന്താണ് ലക്ഷ്യം പറയുന്നേ? നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കുക അല്ലെ? നല്ല സർവീസ് കൊടുക്കുക അല്ലെ? അപ്പൊ അങ്ങനെ ഹെൽത്ത് കെയറിന്റെ റോള് ഒരു ഗോൾ ലക്ഷ്യം കേട്ടോ, ആ ലക്ഷ്യം ഇംപ്രൂവ് ചെയ്യാനും സാധിക്കുന്നു. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത് ഇവിടെ? എന്താണ്? പേഷ്യൻസിന്റെ ഇൻഫർമേഷൻ ഒക്കെ ഒരു വലിയൊരു ഫോൾഡറിലേക്ക് കമ്പൈൻ ചെയ്ത് വെക്കുന്നു. അപ്പൊ അങ്ങനെ ഒരുമിച്ച് ഒരു ഫോൾഡറിലേക്ക് വെക്കുന്നത് എന്തിനു സഹായിക്കുന്നു? വിത്ത് ഹെൽപ്പ് ദിസ് ഇൻഫർമേഷൻ ഹെൽപ്പ് വിത്ത് ദ ക്രിയേഷൻ ഓഫ് ന്യൂ ട്രീറ്റ്മെന്റ്. പുതിയ ട്രീറ്റ്മെന്റില് അത് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഹെൽത്ത് കെയർ ഡെലിവറി നവീകരിക്കുന്നതിനും കാരണമാകുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? അപ്പൊ അത്രയും നമ്മൾ ആക്യുറേറ്റ് ആയിട്ട് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഒരു ഹെൽത്ത് കെയറിന്റെ മൊത്തത്തിലുള്ള ആ ഗോള്, ആ ലക്ഷ്യം അല്ലെ ഇംപ്രൂവ് ചെയ്യുന്നതിനും കാരണമാകുന്നു. Combining multiple types of clinical data from the system's health records has aided clinical recognize and stratify chronically ill patients. ഇനി നോക്കിയാൽ കമ്പൈനിങ് മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് ക്ലിനിക്കൽ ഡേറ്റ. മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് ക്ലിനിക്കൽ ഡേറ്റാസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? മൾട്ടിപ്പിൾ ടൈപ്പ് എന്താ? ട്രീറ്റ്മെന്റിന്റെ റിപ്പോർട്ടുകൾ കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ? അത് പിന്നെ ലാബ് ടെസ്റ്റ് ചെയ്തതിന്റെ വേണമെങ്കിൽ ഉണ്ടാവും അല്ലെ? പിന്നെ മെഡിക്കേഷൻസിന്റെ റിപ്പോർട്ട്. അങ്ങനെ മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് ക്ലിനിക്കൽ ഡാറ്റ, പല തരത്തിലുള്ള ക്ലിനിക്കൽ ഡാറ്റാസ് ഇല്ലേ?
ചികിത്സാ സംബന്ധമായിട്ടുള്ള ഡേറ്റാസ് ഇല്ലേ? ഇപ്പൊ നമ്മൾ ചെല്ലുമ്പോ ജസ്റ്റ് ഡോക്ടറെ കണ്ട് പോരുക മാത്രമല്ല ചെയ്യുന്നത് അല്ലെ. ചിലപ്പോ നമ്മള് എന്താണ് ആ ഡോക്ടർ എഴുതിയ മെഡിക്കേഷൻസ് അതിന്റെ റിപ്പോർട്ട് ഉണ്ടാവും, അതിന്റെ ഡേറ്റ ഉണ്ടാവും അല്ലെ. അല്ലെങ്കിൽ ടെസ്റ്റുകൾ ചെയ്യാൻ പറഞ്ഞാൽ അതിന്റെ വല്ല ഡീറ്റെയിൽസ് ഉണ്ടാവും അല്ലെ. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എന്ത് ചെയ്യുന്നു? കമ്പൈൻ ചെയ്യുന്നു, കൂട്ടിച്ചേർക്കുന്നു. അത് നോക്കിയേ, ഡാറ്റ ഫ്രം ദ സിസ്റ്റംസ് ഹെൽത്ത് റെക്കോർഡ്സ് ഹാസ് എയ്ഡ് ക്ലിനിഷ്യൻ റിക്കഗ്നൈസ്. ക്ലിനിഷ്യനെ എന്ത് സഹായിക്കുന്നത്? റിക്കഗ്നൈസ്, തിരിച്ചറിയുക അല്ലെ. തിരിച്ചറിയാനും അത് സ്ട്രാറ്റിഫൈ എന്ന് വെച്ചാൽ എന്താ പറയാ, അത് തരംതിരിക്കുക. തിരിച്ചറിയാനും അതിനെ തരംതിരിക്കാനും. അപ്പൊ അങ്ങനെ ആ ഡേറ്റാസ് നോക്കിയിട്ട് നമ്മള് ക്രോണിക്കലി വിട്ടുമാറാത്ത അല്ലെങ്കിൽ അതിതീവ്രമായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള പേഷ്യൻസിനെ എന്ത് ചെയ്യുന്നു? അത് ഇത് നോക്കിയിട്ട് അവർക്ക് തിരിച്ചറിയാനും തരംതിരിക്കാനും സാധിക്കുന്നു. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഇത് പാരഗ്രാഫ് ആയിട്ട് കൊടുത്തേക്കണേ കൊണ്ടാണ്. നിങ്ങൾക്ക് പറയുമ്പോ നിങ്ങൾക്കൊന്ന് മനസ്സിലായി പോണില്ലേ? ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള പല പല ഡേറ്റാസ് നമ്മൾ കമ്പൈൻ ചെയ്യുന്നത് ആ ക്ലിനിക്കൽ ഡേറ്റാസ് കമ്പൈൻ ചെയ്യുമ്പോൾ ഈ ക്ലിനിഷ്യന് എന്ത് സാധ്യമാകുന്നു? അവരെ ഓരോ പേഷ്യൻസ് ക്രോണിക്കലി സ്ട്രാറ്റിഫൈ ഇല്ലായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി നമ്മൾ കെയർ കൊടുക്കേണ്ട പേഷ്യൻസ് അല്ലെ, വിട്ടുമാറാത്ത രോഗങ്ങളുള്ള പേഷ്യൻസ്, ഇവരെ ആ ഡേറ്റാസ് വെച്ച് തന്നെ അവർക്ക് തിരിച്ചറിയാനും തരംതിരിക്കാനും സാധിക്കുന്നു. EHS can improve the quality care by using the data and analytic to avoid hospitalization among the high risk patients. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് നോക്കാം ലാസ്റ്റ് സെന്റൻസ്. ഓക്കെ, നോക്കിയേ, EHR can improve quality care. EHR ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിന് എന്തിനു സാധ്യമാകുന്നു? ക്വാളിറ്റി കെയർ ഇംപ്രൂവ് ചെയ്യാൻ. ഈ ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ ക്വാളിറ്റി, നല്ലൊരു നിലവാരമുള്ള കെയർ അത് മെച്ചപ്പെടുത്താനും ആൻഡ് അനലിസ്റ്റിക് എന്ന് പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ട് വിലയിരുത്താനായിട്ട്, ഗ്രാഫിലൂടെ അല്ലെങ്കിൽ അങ്ങനെ അനലൈസ് ചെയ്യാനായിട്ട് കേട്ടോ. അനലിസ്റ്റിക് സ്റ്റാറ്റിസ്റ്റിക് ആയിട്ട് നമുക്ക് വിലയിരുത്താനും. ടു അവോയ്ഡ് എന്ന് പറഞ്ഞാൽ പ്രിവെന്റ്, തടയുക. ഹോസ്പിറ്റലൈസേഷൻ എമംഗ് ഹൈ റിസ്ക് പേഷ്യൻസ്, ഉയർന്ന അപകട സാധ്യതയുള്ള പേഷ്യൻസിന് ഹോസ്പിറ്റലൈസേഷൻ ഒഴിവാക്കാനും സാധിക്കുന്നു. അതൊന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. ഉയർന്ന അപകട സാധ്യതയുള്ള പേഷ്യൻസിന് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ഉപയോഗിച്ചിട്ട് അവർക്ക് ആ എന്താ പറയാ ക്വാളിറ്റി കെയർ ഇംപ്രൂവ് ചെയ്യാനും അവർക്കിടെ സിസ്റ്റമാറ്റിക് ആയിട്ട് അവരെ അനലൈസ് ചെയ്യാനും അവർക്കിടെ ഹോസ്പിറ്റലൈസേഷൻ ഒഴിവാക്കാനും സാധിക്കുന്നു. നമ്മൾ അത്രയും ഇത് കൊടുക്കല്ലേ അല്ലെ. ഈ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താ അക്യുറേറ്റ് ആയിട്ടുള്ള വളരെ നല്ല ക്വാളിറ്റി കെയർ കൊടുക്കുകയാണ്. അപ്പൊ എന്താ പറയാ, അങ്ങനെ നല്ല സർവീസ് കൊടുക്കുന്നതിന്റെ ഫലമായിട്ട് അങ്ങനെ പേഷ്യൻസിന് ചിലപ്പോ എന്താ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് അല്ലെ, ഹോസ്പിറ്റലൈസേഷൻ ഒഴിവാക്കാനും സാധ്യമാക്കുന്നു. അതിന് മുന്നുള്ള നടുക്കാനുള്ള ആ സെന്റൻസ് കൂടി ഒന്ന് നോട്ട് ചെയ്ത് കേട്ടോ. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് കമ്പൈൻ ഓൾ ദ പേഷ്യന്റ് ഡെമോഗ്രാഫിക് ഇൻടു ലാർജ് പൂൾ എന്ന് പറഞ്ഞാൽ ഫോൾഡർ ഒക്കെ കേട്ടോ. യൂസ് ദ ഇൻഫർമേഷൻ ടു ഹെൽപ്പ് വിത്ത് ദ ക്രിയേഷൻ ഓഫ് ട്രീറ്റ്മെന്റ് ഓർ ഇന്നോവേഷൻ. നവീകരിക്കുക ഹെൽത്ത് കെയർ ഡെലിവറി. അതെന്തിനു സാധ്യമാകുന്നു? ഇറ്റ്സ് ഓവറോൾ ഇംപ്രൂവ് ദ ഗോൾസ് ഇൻ ഹെൽത്ത് കെയർ. ഹെൽത്ത് കെയറിലെ മൊത്തത്തിലുള്ള ഗോൾസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധ്യമാകുന്നു. പിന്നെ ഇപ്പൊ പറഞ്ഞ ലാസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ഇനി നോക്കിയേ. ഈ EHR ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് സിസ്റ്റം ആർ ഔട്ട്ലൈൻ എന്ന് വെച്ചാൽ ഒരു രൂപരേഖ. To record and store data correctly and to capture the state of the patient over time. പേഷ്യൻസിനെ കുറിച്ചുള്ള ഒരു രൂപരേഖ റെക്കോർഡ് ചെയ്യുകയും അത് ഡേറ്റ കറക്റ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, EHR system of outline to record and store the data.
record and store the data correctly. കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുകയും സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നു. And to capture ശേഖരിക്കുന്നു state of patients over time. പേഷ്യൻസിന്റെ വിവരങ്ങൾ കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു. Then it removes the need to trace down the patient previous paper medical records. ഇത് എന്തോ നമുക്ക് റിമൂവ് ചെയ്യാം, ഒഴിവാക്കാൻ പറ്റുന്നു. The needs to trace down the patient previous paper medical records. അല്ലെ, പ്രീവിയസ് പേപ്പർ നമുക്ക് മെഡിക്കൽ റെക്കോർഡ് എടുക്കണോ? നമ്മളിപ്പോ ചെല്ലുമ്പോ വേറെ ചീട്ടൊക്കെ റെക്കോർഡ് എടുക്കേണ്ട ആവശ്യമില്ല, അത് റിമൂവ് ചെയ്യാം അല്ലെ. ആ റെക്കോർഡ് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല നമുക്ക് അവിടെ. ആൻഡ് ഹെൽപ്പ് ഇൻ എൻഷുറിംഗ് ദ ഡേറ്റ അപ് ടു ഡേറ്റ്, ആക്യുറേറ്റ് ആൻഡ് റീഡബിൾ. അപ് ടു ഡേറ്റ് ആയിട്ട് കൃത്യമായിട്ട് ഇപ്പൊ ഇന്ന് ചെന്നാൽ ഇന്നത്തെ കാര്യം അപ്പൊ തന്നെ അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്യും. ആക്യുറേറ്റ് കൃത്യമായിട്ട് ആൻഡ് റീഡബിൾ ആയിട്ടും നമുക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിലും അല്ലെ, നല്ല റീഡബിൾ ആയിട്ടും നമുക്ക് ആ ഡേറ്റാസ് എന്ത് ചെയ്യുന്നു, അങ്ങനെ നമുക്ക് അതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ഡേറ്റ ഉറപ്പുവരുത്തുകയാണ് അപ് ടു ഡേറ്റ് ആണ്, ആക്യുറേറ്റ് ആണ്, റീഡബിൾ ആണ്. അപ്പൊ നമ്മൾ പ്രീവിയസ് ആയിട്ട് നമുക്ക് ആ മെഡിക്കൽ റെക്കോർഡ് പ്രീവിയസ് പേപ്പർ എടുക്കേണ്ടത് അത് റിമൂവ് ചെയ്യുന്നു, അത് നമുക്ക് ഒഴിവാക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ടേ ആ മെഡിക്കൽ റെക്കോർഡ് കണ്ടെത്തുന്നതിനുള്ള ആവശ്യം അത് ഒഴിവാക്കുന്നു, അതാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അത് വീണ്ടും നമ്മൾ അതൊന്നും എടുക്കേണ്ട വരില്ല അല്ലെ. ഇല്ല, നമ്മൾ ചെന്ന് നമ്മുടെ പഴയ ചീട്ടൊന്നും തെരഞ്ഞു പിടിച്ച് ഒന്നും പിടിക്കേണ്ട വരില്ല, ഇതാണ് പറഞ്ഞേക്കുന്നത്. They remove the need to trace down the patient previous paper medical record. കേട്ടോ, അത് ആ പ്രീവിയസ് മെഡിക്കൽ റെക്കോർഡ് ആ പേപ്പർ എടുക്കുന്നതിനുള്ള ആവശ്യം എന്ത് ചെയ്യുന്നു, റിമൂവ്, അത് ആവശ്യം ഒഴിവാക്കുന്നു. ആൻഡ് ഹെൽപ്പിംഗ് എന്തിന് സഹായിക്കുന്നു, ആ ഡേറ്റ എൻഷുറിംഗ് ദ ഡേറ്റ ഈസ് കറക്റ്റ്, അപ് ടു ഡേറ്റ് ആയിട്ട്, ആക്യുറേറ്റ് ആയിട്ട്, റീഡബിൾ ആയിട്ട് നമുക്ക് സിസ്റ്റത്തിൽ നിന്ന് തന്നെ കിട്ടുന്നു. ഇറ്റ് ഓൾസോ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ, PHR സിസ്റ്റം ഔട്ട്ലൈൻ എന്നുള്ളത്. അത് വേണമെങ്കിൽ ഡാഷ് സിസ്റ്റം എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം, അതും കൂടി അണ്ടർലൈൻ ചെയ്തു കേട്ടോ. ഇറ്റ് റിമൂവ്സ് ദ നീഡ് ടു ട്രേസ് പേപ്പർ, പ്രീവിയസ് പേപ്പർ ട്രേസ് ചെയ്യാനുള്ള ആവശ്യം ഒഴിവാക്കുന്നു. എൻഷുറിംഗ്, ഹെൽപ്പിംഗ് എൻഷുറിംഗ് ഡേറ്റ അപ് ടു ഡേറ്റ്, ആക്യുറേറ്റ്, റീഡബിൾ. അങ്ങനെ നമുക്ക് ഡേറ്റാസ് കിട്ടാനും എന്ത് ചെയ്യുന്നു, ഉറപ്പുവരുത്തുന്നു, എൻഷുർ ചെയ്യുന്നു. It also allow open communication between the patient and the provider. ഇനി അതിനൊപ്പം തന്നെ എന്ത് അനുവദിക്കുന്നു, ആ പേഷ്യന്റും ഹെൽത്ത് കെയർ പ്രൊവൈഡറും തമ്മിലുള്ള ആ തുറന്ന ഒരു കമ്മ്യൂണിക്കേഷൻ അനുവദിക്കുന്നു. One providing privacy and security. ഏതാ പ്രൈവസിയും, ആ പേഷ്യൻസിന് പ്രൈവസിയും സെക്യൂരിറ്റിയും സുരക്ഷിതത്വം നൽകുന്നതിനോടൊപ്പം തന്നെ പേഷ്യന്റും ഹെൽത്ത് കെയർ പ്രൊവൈഡറും തമ്മിലുള്ള ഒരു തുറന്ന ഒരു കമ്മ്യൂണിക്കേഷൻ അനുവദിക്കുന്നു. It can lessen the risk of data replication since there is only one modifiable file, which means the file is more likely to up to date and reduce the risk of lost paperwork and cost efficient. ഇനി നോക്കി അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്, ഇത് ഈ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിന്റെ കാര്യങ്ങള്. ഇനി അടുത്തൊരു ഇതിനകത്ത് നമുക്ക് കമ്പാരിസൺ വന്നിട്ടുണ്ട് കേട്ടോ, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡും പേപ്പർ റെക്കോർഡും തമ്മിലുള്ള കമ്പാരിസൺ വന്നിട്ടുണ്ട്. അപ്പൊ രണ്ടിന്റെയും കാര്യങ്ങൾ ഇത് പറയുന്നുണ്ട്. നോക്കിയേ, ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ക്യാൻ ലിസൺ എന്ന് വെച്ചിട്ടുണ്ടാവും, കുറയ്ക്കുക, റെഡ്യൂസ്. It can reduce, കുറയ്ക്കുക. The risk of data replication, ഡേറ്റ പകർത്തുന്നത്, റെപ്ലിക്കേറ്റ് ചെയ്യാന്ന് വെച്ചാൽ കോപ്പി ചെയ്യുന്നത്, ആ ഒരു സാധ്യത കുറയ്ക്കുന്നു അല്ലെ. അതായത് ഫയൽ ആണെങ്കിൽ വേറെ ആർക്കെങ്കിലും അത് വേണമെങ്കിലും അതിൽ നിന്ന് അയാളുടെ ട്രീറ്റ്മെന്റ് മെഡിക്കേഷൻ എന്താണോ അല്ലെങ്കിൽ അയാളുടെ രോഗം എന്താണോ ഒക്കെ വേണമെങ്കിൽ അത് കോപ്പി ചെയ്യാൻ പറ്റും അല്ലെ. ഇത് സിസ്റ്റത്തിലാണെങ്കിൽ സേഫ് ആയിട്ട് കൊടുത്തേക്കാണ്. EHRന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. കണ്ടോ, ഇറ്റ് ലെസൺ ദ റിസ്ക് ഓഫ് ഡേറ്റ റെപ്ലിക്കേഷൻ. ഒരു ഫയലിലാണ് അത് കിടക്കുന്നത്. ഓക്കെ, ഡേറ്റ ഒറ്റ ഇത് ഫയലിലാണ് അത് കിടക്കുന്നത് അല്ലെ. ഡേറ്റ പകർത്തുന്നത് നമുക്ക് ഇതാക്കുന്നു, അത് വേറെ വേറെ ഇതിലേക്ക് ഒന്നും വേണ്ട അല്ലെ. നമുക്ക് അല്ലെങ്കിൽ ഓരോന്നും പ്രത്യേക ഫയലുകൾ ചിലപ്പോ വേണ്ടി വരാം
പേപ്പർ ഫയൽ ആണെങ്കിൽ ഇവിടെ ഒറ്റ ഫയലാണ് അത് അതിന്റെ റെപ്ലിക്കേഷൻ അതിന്റെ ആ അപകട സാധ്യത കുറയ്ക്കുന്നു. സിൻസ് ദർ ഈസ് ഓൺലി വൺ മോഡിഫൈബിൾ ഫയൽ അതെന്താണ് ഒറ്റ മോഡിഫൈബിൾ ആയിട്ടുള്ള ഫയലാണ് കണ്ടോ ഒറ്റ ഫയലാണത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ റെപ്ലിക്കേഷൻ കുറയ്ക്കുന്നു. Which means the file is more likely up to date. എന്താ മീൻ ചെയ്യുന്നത്? File is more likely to up to date and reduce the risk of lost paper work. പേപ്പർ വർക്ക് ആകുമ്പോൾ നമുക്ക് അത് കുറയ്ക്കാമല്ലേ? റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകർത്തുക എന്നുള്ളതാണ്. റെപ്ലിക്കേറ്റ് പകർത്തുക, അല്ലെങ്കിൽ അതിന്റെ കോപ്പി എന്ന് പറയാനോ കോപ്പി. അപ്പൊ അതെന്താ പറഞ്ഞാൽ മറ്റത് കുറെ ഫയലുകൾ വേണ്ടി വരും. അത് നമുക്ക് അതിന്റെ ആ റിസ്ക് കുറയ്ക്കാൻ പറ്റും. ഒറ്റ ഫയലിൽ സേഫ് ആയിട്ട് കിടക്കല്ലേ. അതാണ് ഇതെല്ലാം only one modifiable ഫയല് മോഡിഫൈഡ് ആയിട്ടുള്ള ഒറ്റ ഫയലാണ് ഇത്. Which means the file is more likely to up to date and reduce the risk of lost paper work. പേപ്പർ വർക്ക് അത് നഷ്ടപ്പെടുന്ന റിസ്ക് കുറയ്ക്കാൻ പറ്റും അല്ലേ? ഇന്ന് ആലോചിച്ചേക്ക് പല പല ഫയലാണ്, ഏതെങ്കിലും ഒരു ഫയൽ നഷ്ടപ്പെട്ടു പോകാം. ഇത് അങ്ങനത്തെ ഒരു ഇത് വരുമോ? ഇതെല്ലാം ഒറ്റ ഇതിനകത്ത് സേഫ് ആയിട്ട് കിടക്കല്ലേ. പല ഫയലാണെങ്കിൽ നമ്മൾ എടുത്തോണ്ട് പോകുമ്പോഴോ എന്തെങ്കിലുമൊക്കെ നമുക്ക് മിസ്സായി പോകാൻ ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആ സാധനം അത് കുറയ്ക്കുന്നു. നോക്കി അപ് ടു ഡേറ്റ് ആൻഡ് റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ലോസ്റ്റ് പേപ്പർ വർക്ക്. ആ പേപ്പർ വർക്ക് അത് നഷ്ടപ്പെടുന്ന ആ റിസ്ക് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ആൻഡ് ഈസ് കോസ്റ്റ് എഫിഷ്യന്റ്. കോസ്റ്റും കുറയ്ക്കാൻ പറ്റൂലേ അല്ലേ? കോസ്റ്റ് കുറയ്ക്കാൻ പറ്റൂലേ? കുറേ ഫയലുകളൊന്നും വേണ്ട അവിടെ അല്ലെ. അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള ആളുകളുടെ എണ്ണം, സ്റ്റാഫിന്റെ നമ്പേഴ്സ് കുറയ്ക്കാം, ഫയലുകൾ കുറയ്ക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുന്നു. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. വിച്ച് മീൻസ് എന്താ ഉദ്ദേശിക്കുന്നത്? ഫയൽ ഈസ് മോർ ലൈക്ലി ടു അപ് ടു ഡേറ്റ് ആയിട്ട് ഓരോ ദിവസത്തെയും കാര്യങ്ങൾ അപ് ടു ഡേറ്റ് ആണ്. അപ്പോ നമുക്ക് ആ പേപ്പർ വർക്ക് അത് നമുക്ക് നഷ്ടപ്പെടുന്നതിന്റെ അപകട സാധ്യത കുറയ്ക്കാൻ പറ്റുന്നു. ബിക്കോസ് ഓഫ് ദാറ്റ് ആൻഡ് കോസ്റ്റ് ഈസ് എഫിഷ്യന്റ്. അതിന്റെ കോസ്റ്റ് എങ്ങനെ എഫിഷ്യന്റ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു. കോസ്റ്റ് എഫിഷ്യന്റ് നമുക്ക് അത് കോസ്റ്റ് കുറയ്ക്കാൻ സാധിക്കുന്നു. പേപ്പർ വർക്ക് അത് നഷ്ടപ്പെടുന്നതും കുറയ്ക്കാൻ സാധിക്കുന്നു. അത് രണ്ടും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ബിക്കോസ് ഓഫ് ദ ഡിജിറ്റൽ ഇൻഫർമേഷൻ ബീങ് സെർച്ചബിൾ ആൻഡ് ഇൻ സിംഗിൾ ഫയൽ. കണ്ടോ എന്തുകൊണ്ടാ സെർച്ചബിൾ ആൻഡ് ഇൻ സിംഗിൾ ഒറ്റ ഫയലിലല്ലേ? EMRS ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡാട്ടോ. നമുക്കത് എന്താണ്? ബിക്കോസ് ഓഫ് ദ ഡിജിറ്റൽ ഇൻഫർമേഷൻ ബീങ് സെർച്ചബിൾ. നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റൂലേ ഇല്ലേ? പെട്ടെന്ന് കമ്പ്യൂട്ടറിൽ നോക്കിയാൽ വേഗം സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ സിംഗിൾ ഫയൽ ഒറ്റ ഫയലാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് ഈസി ആയിട്ട് നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനും പറ്റുന്നു. ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് അടുത്ത EMRS അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് ചാർട്ട്, പേഷ്യൻസിന്റെ ചാർട്ട് അങ്ങനെയുള്ള ഒരു ചെറിയൊരു ഇതാട്ടോ. പ്രാഥമികമായി ഉപയോഗിക്കുന്നതാണ് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത് കേട്ടോ. അവിടെ എസ് ഷോർട്ട് ഫോം ആയിട്ട് എഴുതിക്കോ, എസ് ചെറുതാക്കി എഴുതിയാൽ മതി. ഒരു പ്രാദേശിക വിലയിരുത്തലിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. എന്നാൽ EHR ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് കുറച്ചുകൂടി ഡെപ്തില് കേട്ടോ, കുറച്ചുകൂടി വിശാലമായ ഉപയോഗത്തിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടാണ്. ഓക്കെ, ഒരു കുറച്ചും കൂടി ഡീറ്റെയിൽ സമഗ്രം ആ പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസിനെ കുറിച്ചുള്ള സമഗ്രമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് തരുന്നത്. എന്നാൽ EMR ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു പേഷ്യൻസിന്റെ ഒരു ചാർട്ട് അല്ലെ, പേഷ്യന്റ് ചാർട്ടിന്റെ ഒരു പതിപ്പ് അല്ലെങ്കിൽ ചെറിയൊരു പ്രാഥമിക വിലയിരുത്തലിനായിട്ട് ഉപയോഗിക്കുന്നതാണ്. Okay, EMRs are more effective when taking out medical data for the examination of possible trends and long-term changes in patients. Okay, ഇതിന്റെ ഡേറ്റാസ് നോക്കിയിരുന്നത് ഒരു പേഷ്യൻസിന്റെ EMRs are more effective
while taking out medical data for the examination of possible trends and long-term changes in patients. ഒരു പേഷ്യൻസിന്റെ സാധ്യമായിട്ടുള്ള ഒരു പ്രവണതയിൽ ദീർഘകാലത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങള് പരിശോധിക്കുന്നതിനായി മെഡിക്കൽ ഡേറ്റ എടുക്കാനായിട്ട് ഈ EMR എന്ന് പറയുന്നത് വളരെയധികം പ്രയോജനപ്രദമാണ്. ഇത് അണ്ടർലൈൻ ചെയ്തോട്ടോ. EMRs are more effective. വളരെയധികം പ്രയോജനപ്രദമാണ്. എന്തിനാണ്? when taking out medical data from the examination of possible trends and long-term changes in patients. പേഷ്യൻസിന്റെ സാധ്യമായ പ്രവണതയും ദീർഘകാലത്തിലുള്ള മാറ്റങ്ങളും ഒക്കെ പരിശോധിക്കുന്നതിനായിട്ട് മെഡിക്കൽ ഡേറ്റ എടുക്കാൻ, അത്ര നോക്കിയാൽ മെഡിക്കൽ ഡേറ്റ എടുക്കാനായിട്ട് EMRs വളരെയധികം പ്രയോജനപ്രദമാണ്. അടുത്ത നോക്കിയേ, then population based studies of medical records may also be made easier by the whispered adoption of EHRs and അതിന്റെ രണ്ടും ഷോർട്ട് ഫോം ആക്കി വെക്കുക കേട്ടോ. എസ് എന്നുള്ള ഷോർട്ട് ചെയ്ത് വെക്കുക. ഏതൊക്കെയാണ് നോക്കിയേ, ഈ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡും ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡും വ്യാപകമായിട്ട് സ്വീകരിക്കുന്നതിലൂടെ ഒരു ജനസംഖ്യ അടിസ്ഥാനത്തിലുള്ള മെഡിക്കൽ രേഖകളുടെ പഠനങ്ങള് ഇവിടെ എളുപ്പമാക്കാൻ പറ്റും. പോപ്പുലേഷൻ ബേസ്ഡ് സ്റ്റഡീസ് കണ്ടോ, ജനസംഖ്യ അടിസ്ഥാനത്തിലുള്ള പഠനങ്ങള് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആക്കി വെക്കാൻ പറ്റും. ഏതിലൂടെ? EHRs-ഉം ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡും ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡും അഡോപ്റ്റ് ചെയ്യുന്നതിലൂടെ. ക്ലിയർ ആയോ? ഇത് ഇങ്ങനെ പാരഗ്രാഫായിട്ട് കിടക്കുന്നതുകൊണ്ടാട്ടോ. നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാം. നിങ്ങൾക്ക് ഇനി കൂടുതൽ ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേരെ കേട്ടോ. ഇത്രയും ബൾക്കായിട്ട് കിടക്കുന്നതുകൊണ്ടാണ്, ഒന്ന് മനസ്സിലാക്കി വെക്കുക. രണ്ടിന്റെയും അതിനുണ്ട്, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിനെ കുറിച്ചുള്ള കാര്യങ്ങളും പിന്നെ അതുപോലെ പേപ്പർ ബേസ്ഡ് കുറച്ച് തന്നെയുണ്ട് കേട്ടോ. അപ്പൊ അത് ഒന്ന് നോക്കി വെക്കാം. ഇനി നെക്സ്റ്റ് അടുത്ത കമ്പാരിസൺ ആണ്. അതാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇതിനകത്ത് നിന്നൊക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഫുള്ള് ബൈപാർട്ട് ചെയ്ത് പഠിക്കണ്ട കേട്ടോ. നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടില്ലേ, അതും നിങ്ങൾക്കൊന്ന് ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നുള്ളത് മാത്രം ഒന്ന് നോട്ട് ചെയ്തിട്ടാൽ മതി കേട്ടോ. ഓക്കെ, ഫുള്ളായിട്ട് ബൈപാർട്ട് ചെയ്യണ്ട. ബാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇത് എളുപ്പമാണ്, കമ്പാരിസൺ ആണ്. ഇപ്പൊ നമുക്ക് കുറച്ചറിയാലോ, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് അറിയാലോ. അതും നമ്മുടെ പേപ്പർ റെക്കോർഡുകളില്ലേ, അത് തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇന്ന് തന്നെ ഒന്ന് വായിച്ചൊന്ന് വെക്കുക കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായില്ല. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.